ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ BJP സർക്കാർ അധികാരത്തിൽ. രാംലീല മൈതാനിയിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയും മന്ത്രിമാരായി 6 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിനെത്തി. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. രേഖ ഗുപ്ത ഇനി ഡൽഹിയുടെ മുഖ്യമന്ത്രി. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും സുഷമ സ്വരാജിനു ശേഷം BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖ ഗുപ്ത. ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മയും മന്ത്രിമാരായി ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി രാംലീല മൈതാനിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. സിനിമ, ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു. ഡൽഹി ജനതയ്ക്കുള്ള വാഗ്ദാനം സർക്കാർ പാലിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഉറപ്പ്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ മാർച്ച് 8-ന് വനിതാ ദിനത്തിൽ നൽകി തുടങ്ങുമെന്ന് രേഖ ഗുപ്ത. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 ദിവസത്തിന് ശേഷമാണ് BJP മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. 70-ൽ 48 സീറ്റ് നേടിയാണ് BJP ഡൽഹിയുടെ അധികാരം പിടിച്ചത്. 24 ഡൽഹി. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി മറ്റു വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഒരു ആഘോഷം തന്നെ. BJP 27 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്നത് വലിയ ആഘോഷമായി അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറി. ഇപ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതി മാർച്ച് ആദ്യം തന്നെ തുടങ്ങും. യമുനാ നദി ശുദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? വിജയകുമാർ, BJP 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കുന്നത് ഒരു വലിയ ചടങ്ങായി തന്നെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതൊന്നും തന്നെ ചടങ്ങ് ഗംഭീരമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്ക് തടസ്സമായില്ല. കഴിഞ്ഞ 4 ദിവസമായി രാംലീല മൈതാൻ ഈ ചടങ്ങിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് BJP പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 30,000-ഓളം പേർ കാഴ്ചക്കാരായി ഈ ചടങ്ങിന് എത്തിയിരുന്നു. ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, സമീപ സംസ്ഥാനത്ത് നിന്ന് പോലും BJP പ്രവർത്തകർ ചടങ്ങ് വീക്ഷിക്കാൻ എത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. 12:26-നാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിന് നിമിഷങ്ങൾക്കകം തന്നെ ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു. അതിനു മുൻപായി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മന്ത്രിസഭയിലെ മറ്റ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ എത്തി. കൂടാതെ BJP ഭരിക്കുന്ന NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി സഖ്യകക്ഷികളുടെ NDA സഖ്യകക്ഷി മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ എന്നിവരോട് പ്രത്യേകം കുശലം പറഞ്ഞു എന്നുള്ളതും ഈ വേദിയിൽ ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ മറ്റ് 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി. ഉപമുഖ്യമന്ത്രിയായ പർവേഷ് വർമ്മയടക്കമുള്ള മറ്റ് 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചു തുടങ്ങും എന്നാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചടങ്ങിനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ രേഖ ഗുപ്ത സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച 2500 രൂപ മാസം തോറും നൽകുന്ന പദ്ധതി അത് മാർച്ച് 8 വനിതാ ദിനത്തിന് മുമ്പായി തന്നെ അക്കൗണ്ടുകളിൽ നൽകി തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമുന ശുദ്ധീകരണമാണ് BJPയുടെ മറ്റൊരു പ്രധാന അജണ്ട. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്ന സൂചനയാണ് BJP ഉന്നത നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് രാംലീല മൈതാനിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആദ്യ ജയത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രേഖ ഗുപ്തയെ തേടിയെത്തുകയായിരുന്നു. ഡൽഹി BJPയുടെ വനിതാ മുഖങ്ങളിൽ പ്രധാനിയാണ് 50 വയസ്സുകാരിയായ രേഖ ഗുപ്ത. സുഷമ സ്വരാജിനു ശേഷം ഡൽഹിയിൽ BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി, ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണക്കസേരയിലേക്ക് എത്തുന്ന 4ാമത്തെ വനിത. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് രേഖ ഗുപ്ത. ABVPയിലൂടെ രാഷ്ട്രീയ പ്രവേശനം.
ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച് വരവറിയിച്ചത് 1996-ൽ. 2007 ഡൽഹി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലെത്തി. 2012-ലും നോർത്ത് പീതാംബുരിയിൽ നിന്ന് കൗൺസിലറായി. ഈ കാലത്ത് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ രേഖാ ഗുപ്തയെ ശ്രദ്ധേയയാക്കി. സംഘടനാ രംഗത്തും തിളങ്ങി. നിലവിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം, ഭാരതീയ മഹിളാ ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. ഷാലിമാർ ബാഗ് നിയമസഭാ മണ്ഡലത്തിൽ 29,595 വോട്ടിന് ജയിച്ച് നിയമസഭയിലെത്തുന്ന രേഖാ ഗുപ്ത നേരെ എത്തുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക്. റിസർച്ച് ഡെസ്ക് 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ച് സർക്കാരിനെതിരെയുള്ള സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആശാ വർക്കേഴ്സ് വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിനൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ച സർക്കാർ തീരുമാനം തള്ളിയാണ് ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല സമരം തുടരുന്നത്. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടന്നു. ഞങ്ങളുടെ വേദനകൾ ഇവർ കാണുന്നില്ലേ? സർക്കാർ ഈ 11 ദിവസം രാവും പകലും ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ഈ തെരുവിലിറക്കിയിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇവരുടെ മനസ്സ് കല്ലാണോ? അവർക്ക് മനസ്സെന്നുള്ളതില്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ തങ്ങളെ പരിഹസിക്കുകയാണെന്നും ആശമാർ കുറ്റപ്പെടുത്തി. PSC മെമ്പർമാർക്ക് എത്രയാ കൂട്ടിയത്? 1000 കണക്കിനാണ് കൂട്ടിയത്. അപ്പൊ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കൂട്ടാൻ പറ്റില്ലേ? 100 രൂപ സർക്കാർ തയ്യാറല്ല. ഇതിനെ വെറുതെ ചരിത്രമാപ്പ് കൊടുക്കൂല. തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ് അധികാരത്തിലേറി തൊഴിലാളികളെ പറ്റിക്കുന്ന നയത്തിനെതിരെ മറുപടി കൊടുക്കും. അതിനിടെ ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. സമരരീതി മാറ്റുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുമ്പോഴാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടിയത്. അതിന് പിന്നാലെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ വരുന്നു. 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി യാത്രാബത്ത ഉയർത്തണം എന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. PSC അംഗങ്ങളുടെ ഉൾപ്പെടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെതിരെ ഇന്ന് പ്രതിപക്ഷം രംഗത്തെത്തി. ശമ്പള വർധന ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ തെരുവിൽ സമരത്തിലാണ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന വാദമുയർത്തി സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. ഇതിനിടയിൽ PSC ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ വൻ വർധനയാണ് ഇന്നലെ സർക്കാർ വരുത്തിയത്. പിന്നാലെയാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്തണമെന്ന ശുപാർശ പൊതുഭരണ വകുപ്പ് തയ്യാറാക്കിയത്. ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് KV തോമസിന്റെ യാത്രാബത്ത കൂട്ടണമെന്ന ആവശ്യമുയർന്നത്. നിലവിൽ 5 ലക്ഷം രൂപയാണ് യാത്രാബത്തയായി അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിവർഷം ചിലവാകുന്നത് 6,31,000 രൂപ എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചിലവാകുന്നതുകൊണ്ട് യാത്രാബത്ത 11.31 ലക്ഷം രൂപയാക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് നൽകിയിരിക്കുന്ന ശുപാർശ. സബ്ജക്ട് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ധനവകുപ്പിനെ അറിയിക്കും. അതിന്മേൽ ധനവകുപ്പ് ഫണ്ട് അനുവദിക്കുന്നതാണ് പതിവ്. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. ഗവൺമെന്റ് പരിഹസിക്കുകയാണ് ജനങ്ങളെ. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിയല്ല. ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭീകരമായ കൊള്ള നടക്കുന്നുവെന്ന് BJP അധ്യക്ഷൻ K. സുരേന്ദ്രനും കുറ്റപ്പെടുത്തി. ഹൈക്കോടതി സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ മുസ്ലിം ലീഗ് തീരുമാനം. തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന് ലീഗിന് ആശങ്കയുണ്ട്. അതേസമയം ഡോക്ടർ ശശി തരൂരിനെ തിരുത്താൻ താൻ ആളല്ല എന്നായിരുന്നു വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത് അസാധാരണ പ്രതിസന്ധി. നേതാക്കൾ ഒറ്റക്കെട്ടായി ശശി തരൂരിനെ എതിർത്തിട്ടും നിലപാട് തിരുത്താൻ തരൂർ തയ്യാറായിട്ടില്ല. തർക്കം തുടരുന്നത് UDFിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇന്നലെ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് ഈ തീരുമാനം.
തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നും മുസ്ലിം ലീഗിന് ആശങ്കയുണ്ട്. അതിനിടെ തരൂരിനെതിരെ പരിഹാസ ചുവയോടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞാനത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങളുടെയൊക്കെ മീതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ. ശശി തരൂർ പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തരൂർ പറയുന്നതിനെ അവഗണിക്കാനാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. മാധ്യമ ശ്രദ്ധ കിട്ടാൻ തരൂർ ശ്രമിക്കുന്നുണ്ടെന്നും നേതാക്കൾക്കിടയിൽ സംസാരമുണ്ട്. ആ കെണിയിൽ വീഴേണ്ടെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട്. 24 തിരുവനന്തപുരം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. ഇരുവരുമായും സംവാദമാകാമെന്ന എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണത്തോടാണ് നേതാക്കൾ ഇന്ന് മറുപടി പറഞ്ഞത്. മദ്യനിർമ്മാണശാല വിവാദത്തിൽ CPIയെയും RJDയെയും പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രതിപക്ഷ നേതാവിനോടും മുൻ പ്രതിപക്ഷ നേതാവിനോടും 24-ലൂടെ സംവാദമാകാമെന്നായിരുന്നു എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. എന്നാൽ സംവാദം മന്ത്രിയോടല്ല മുഖ്യമന്ത്രിയോടാകാമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. രാജേഷുമായിട്ടുള്ള സംവാദം ഏതായാലും VK ശ്രീകണ്ഠൻ നടത്തുന്നതായിരിക്കും പാലക്കാട് ജനങ്ങൾക്ക് താല്പര്യവും. എക്സൈസ് മന്ത്രി MB രാജേഷുമായി സംവാദത്തിന് ഏറ്റവും യോഗ്യൻ രാജേഷിനെ തോൽപ്പിച്ച VK ശ്രീകണ്ഠനാണെന്നും ശ്രീകണ്ഠനെ ഒപ്പമിരുത്തി രമേശ് ചെന്നിത്തല പറഞ്ഞു. 24-ലൂടെ തത്സമയ സംവാദത്തിന് MB രാജേഷിനെ VK ശ്രീകണ്ഠൻ വെല്ലുവിളിച്ചിരുന്നു. മദ്യനിർമ്മാണശാല വിഷയത്തിൽ CPIയെയും RJDയെയും VD സതീശനും രമേശ് ചെന്നിത്തലയും പരിഹസിച്ചു. സാധാരണ CPIയെ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. ഈ പ്രാവശ്യം MN സ്മാരകത്തിൽ തന്നെ പോയി CPI അപമാനിച്ച സംഭവമാണ് ഈ ബ്രൂവറി വിഷയത്തിലുണ്ടായത്. ഇടതുമുന്നണിയുടെ യോഗം ചേർന്നപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് ഈ രണ്ട് കക്ഷികൾ നിലപാട് സ്വീകരിച്ചത്. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി പാടില്ലെന്ന CPIയുടെയും RJDയുടെയും ആവശ്യം ഇന്നലെ ചേർന്ന LDF യോഗം തള്ളിയിരുന്നു. മദ്യനിർമ്മാണശാല പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു 24-നോട് പറഞ്ഞു. ഈ കമ്പനി ഇവിടെ വരുന്നതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രദേശവാസികളുടെ ഉണ്ട്. ജനങ്ങളുടെ എതിർപ്പിന് മുന്നിൽ മുട്ടും മടക്കി ഓടിയ ചരിത്രവും പിണറായി ഗവൺമെന്റിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മദ്യനിർമ്മാണശാല വിഷയത്തിൽ UDFുമായി ധാരണയുണ്ടാക്കുമോ എന്ന് സംശയമുണ്ട്. UDFിന് ഇതിലൊരു കള്ളക്കളിയുണ്ട്. CPIയെ വിശ്വസിക്കാനാകില്ല എന്നും K സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യവും കേരളത്തിൽ നടന്നിട്ടില്ല. പിണറായി വിജയൻ വാശി പിടിച്ച ഒരു കാര്യവും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു, അത് നടന്നില്ല. സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. അതുകൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അത് വിശ്വസിക്കേണ്ട. ഞങ്ങൾക്കാകെയുള്ള സംശയം അവസാനം UDFുമായിട്ട് ഇവർ ധാരണയിലെത്തുമോ എന്നുള്ളത് മാത്രമാണ്. UDFിന് ഇക്കാര്യത്തിൽ ഒരു കള്ളക്കളി ഉണ്ടോ എന്നുള്ള സംശയമേ ഞങ്ങൾക്കുള്ളൂ. എന്തായാലും ഞങ്ങൾ പാലക്കാട്ട് അറിയല്ലോ, ഞങ്ങളൊരു പ്രധാനപ്പെട്ട ജനകീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇത് അനുവദിപ്പിക്കുന്ന പ്രശ്നമില്ല. CPIയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ നിലപാട് ഏത് നിമിഷവും മാറും. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നത് കേരളത്തിന് ദോഷമെന്ന് CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. ജനവികാരം മാനിച്ച് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നും ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് നാടിന് ദോഷകരമാണ്. നമ്മളുടെ ഇളം തലമുറയെ ഇത് വളരെ ദോഷമായി ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായും ഈ നടപടിയിൽ നിന്ന്, ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നു. കൂട്ടായ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് പിൻവലിക്കുവാൻ പരമാവധി ഗവൺമെൻറ് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. എറണാകുളം കളമശ്ശേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ KSEB ജീവനക്കാരി ലോറി കയറി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ KSEB. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് KSEB പരാതി നൽകി. VM മീനയുടെ മരണത്തിനിടയാക്കിയത് പോലീസ് പരിശോധനയാണ് എന്ന് KSEB എറണാകുളം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റജി കുമാർ 24-നോട് പറഞ്ഞു. റോഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗം വരെ കടന്നു കയറിക്കൊണ്ട്
ഉള്ള ഒരു വാഹന പരിശോധനയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ പരിശോധനയിൽ ഈ സ്റ്റാഫ് വാഹനത്തിൽ 2 വീലറിൽ വരുമ്പോഴും റോഡിലേക്ക് കയറി നിൽക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ മുട്ടാതിരിക്കാൻ വേണ്ടി ആ വാഹനം റോഡിലേക്ക് എടുത്ത സമയത്താണ് ഈ ലോറിയുടെ അടിയിൽപ്പെടുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. കളമശ്ശേരിയിൽ നിന്ന് അശ്വിൻ, ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഈ ദൃശ്യങ്ങളടക്കം ഇന്നലെ വൈകുന്നേരം തന്നെ നൽകിയിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ KSEB ഇക്കാര്യത്തിൽ ഗുരുതരമായ ആക്ഷേപം, പരാതി ഉന്നയിക്കുകയാണല്ലോ. കളക്ടർക്ക് അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടോ? ഇതിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് സമ്മതിക്കാൻ പോലീസ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് തയ്യാറാകുമോ? വിജയകുമാർ, നിലവിൽ അങ്ങനെ ഒരു കുറ്റസമ്മതത്തിനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണത്തിനോ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകുന്നേരമാണ് ഹോംഗാർഡിന്റെ കൂടി സഹായത്തോടെ കളമശ്ശേരി HMD ജംഗ്ഷനിൽ പോലീസിന്റെ വാഹന പരിശോധന നടക്കുന്നത്. അത് ഏറ്റവും തിരക്കുള്ള സമയമാണ് വൈകുന്നേരം. ജോലി കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്കും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ വീട്ടിലേക്കുമൊക്കെ പോകുന്ന സമയമാണ്. സ്വാഭാവികമായും അനിയന്ത്രിതമായ വലിയ തിരക്കുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് റോഡിന് നടുവിൽ പോലീസിന്റെയും ഹോംഗാർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പരിശോധന ഇങ്ങനെ നടക്കുന്നത്. ഈ പരിശോധനയിൽ ഹോംഗാർഡാണ് റോഡ് നടുവിലേക്ക് കയറുന്നത്. ഹോംഗാർഡ് വാഹനത്തിന് കൈ കാണിക്കുന്നു. സമീപത്തുള്ള പോലീസിന് അരികിലേക്ക് ഈ പിടിച്ച വാഹനം കടത്തിവിടുന്നു എന്നുള്ളതാണ് അവിടെ നടന്നിരുന്ന ജോലി. അതിനിടെയാണ് റോഡിലേക്ക് കയറിയ ഈ ഹോംഗാർഡിനെ ഇടിക്കാതിരിക്കാൻ KSEB ജീവനക്കാരിയായ VM വീണ വാഹനം വലത്തേക്ക് വെട്ടിക്കുന്നത്. ഈ വെട്ടിച്ച സമയത്താണ് ടാങ്കർ ലോറി വരുന്നതും അതിനടിയിലേക്ക് പെട്ടുപോകുന്നതും തൽക്ഷണം മരണമുണ്ടാകുന്നതുമെല്ലാം. ഇതിലാണ് KSEB ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ് എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതികമായ സഹായങ്ങളോടെ വാഹന പരിശോധന കൊണ്ടുപോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി KSEBയുടെ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ DGPക്കും ഒപ്പം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് KSEB ഉള്ളത്. ഒപ്പം ഈ വരും ദിവസം ഈ AI ക്യാമറയൊക്കെ വന്ന സാഹചര്യത്തിൽ പോലും എന്തിനാണ് ഇങ്ങനെ ഒരു പരിശോധന തിരക്കുള്ള റോഡുകളിൽ എന്നുള്ളൊരു ചോദ്യം കൂടി KSEB ഉയർത്തുന്നുണ്ട്. ഇതിലൊക്കെ പോലീസിന്റെ മറുപടിയാണ് ഇനി വരേണ്ടത്. ഒപ്പം ഇത്തരത്തിലുള്ള ശാസ്ത്രീയ വാഹന പരിശോധനയിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. വിജയകുമാർ, യെസ്, റോഡിലെ വാഹന പരിശോധനയ്ക്ക് നിലവിൽ ഒരു ചട്ടം, ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട് ട്രാഫിക് പോലീസിന്. അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ എന്താണ് ഇനി വകുപ്പിന് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. കളക്ടർക്കാണ് KSEB ഈ വിഷയത്തിൽ ഗൗരവമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പരാതി നൽകിയിരിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. UGC കരട് ചട്ട ഭേദഗതിക്കെതിരെ ദേശീയ കൺവെൻഷനിലൂടെ കേന്ദ്രത്തിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് കേരളം. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് UGC കരട് ചട്ട ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തമിഴ്നാട്, തെലങ്കാന, കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള നിയമസഭ പ്രമേയം പാസാക്കിയതിന്റെ തുടർച്ചയായാണ് UGC ചട്ട ഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ. കാര്യങ്ങളെല്ലാം UGC തീരുമാനിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. VC നിയമനത്തിന് പോലും സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മിത്തുകളെ വസ്തുതയാക്കാനാണ് കേന്ദ്രം പണം ചെലവഴിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. I hope that this national conclave will be a stepping stone in that regard and in making our country's higher education sector progressive and inclusive. അടുത്ത കൺവെൻഷൻ തെലങ്കാനയിൽ ചേരുമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി ബട്ടി വിക്രമാർക മല്ലു. The UGC's new regulations are a classic case of you pay the bill but you don't get to order the food. States are expected to fund and administer universities. ഭരണഘടനാപരമായും നിയമപരമായും UGC ഭേദഗതിക്കെതിരെ പോരാടണമെന്ന് പ്രതിപക്ഷ നേതാവ്. More inclusive and consultative strategy is required, one that aspects the federal structure and the particular educational demands of different regions. Why this draft regulation now? തമിഴ്നാട്, കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാന മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ഗവർണർ ഇടഞ്ഞതോടെ കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാർ കൺവെൻഷൻ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം.
കോഴിക്കോട് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ മാനേജ്മെന്റ് വാദം തള്ളി വിദ്യാഭ്യാസ വകുപ്പ്. മാനേജ്മെന്റ് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാതിരുന്നത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണവുമായി അലീനയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് നിന്ന് മിഥില, ഏതാണ്ട് 5-6 വർഷമായി അലീനയ്ക്ക് ജോലിയുണ്ട്, പക്ഷേ ശമ്പളം കിട്ടുന്നില്ല. അങ്ങേയറ്റം ഗുരുതരമായ ആരോപണമാണ് അലീനയുടെ കുടുംബം മാനേജ്മെന്റിനെതിരെ ഉന്നയിക്കുന്നത്. ആ ആരോപണം ശരിവെക്കുകയാണോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ റിപ്പോർട്ട്? തീർച്ചയായും ഇന്നലെ പിതാവ് ഉന്നയിച്ച ഒരു ആരോപണം എന്നത് വിദ്യാഭ്യാസ വകുപ്പല്ല, മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നായിരുന്നു. ഈ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ്, അതായത് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ ഈ റിപ്പോർട്ടിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ അലീന ബെന്നിക്ക് 2 ഇടങ്ങളിലായിരുന്നു മാനേജ്മെന്റ് നിയമനം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ആദ്യത്തെ സ്കൂൾ എന്നത് നസ്രത്ത് LP മൂത്തോട്ടിക്കൽ സ്കൂൾ. ഇവിടെ ഒരു ടീച്ചർ നീക്കം ചെയ്ത ഒഴിവിലായിരുന്നു ഇത്തരത്തിൽ ഒരു നിയമനം നൽകാനുള്ള ഒരു നീക്കം നടത്തിയത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് നിയമനം നൽകിയത്. ഇതിന് അനുമതിക്കായിട്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായ രേഖകൾ, ഈ ടീച്ചറെ സർവീസിൽ നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ മാനേജ്മെന്റിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുപ്രകാരം ഈ സ്കൂളിൽ ഈ ഒരു അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അനുമതി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഇതുപോലെ തന്നെ 2ാമത്തെ സ്കൂൾ എന്നത് സെന്റ് ജോസഫ് LP സ്കൂളായിരുന്നു. ഇവിടെ മറ്റൊരു അധ്യാപകന്റെ ട്രാൻസ്ഫർ ഒഴിവിലേക്കായിരുന്നു അലീനയ്ക്ക് നിയമനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ മാനേജ്മെന്റിന് കഴിയാത്തതിനെ തുടർന്നാണ് ഈ ഒരു നിയമനവും അംഗീകരിക്കാതിരുന്നത്. ഇതാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ ഒരു റിപ്പോർട്ടിലുള്ളത്. ഇത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പിതാവിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത്. കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഈ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. വിജയകുമാർ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ മാനേജ്മെന്റ് ഈ ആരോപണങ്ങൾ തള്ളിയിരുന്നു. അവർക്കിതിൽ പങ്കില്ല, വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിന് ഉത്തരവാദി എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ അത് നിരാകരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ മാനേജ്മെന്റിന് വീഴ്ചയുണ്ട് എന്ന കണ്ടെത്തലിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നത്. പക്ഷേ അതിലിനി എന്ത് നടക്കും എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അതേസമയം അലീന ബെന്നിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് KPSTA സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൾ മജീദ്. ഉത്തരവാദികൾ സർക്കാരാണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും നടപടിയെടുക്കണം. നിയമനത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എയ്ഡഡ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നിയമനങ്ങൾ നടത്തട്ടെ എന്ന് അബ്ദുൾ മജീദ് പറഞ്ഞു. ശമ്പളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ജീവിക്കാൻ വഴിമുട്ടുമ്പോൾ ആ രീതിയിലേക്ക് മാറുന്ന സാഹചര്യം വന്നു. എന്തായാലും ആ കാര്യത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല, ആത്മഹത്യാ പ്രവണതയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് ശരിയായ സംവിധാനമല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ആ രീതിയിൽ നാളുകളിൽ ഒരു വിദ്യാലയത്തിലെ ഒരു അധ്യാപകനും സംഭവിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമം അതിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിയമനങ്ങൾ അംഗീകരിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് KPSTക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ വരുന്ന ഒരു അപകടത്തിന്റെ വിവരങ്ങളിലേക്കാണ്. കോട്ടയം മുണ്ടക്കയത്ത് ദമ്പതികൾ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിച്ച് ഭർത്താവിന് ദാരുണാന്ത്യം. ചങ്ങനാശ്ശേരി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. ഭാര്യ മിനിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെ മുണ്ടക്കയം 34-ാം മൈലിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതിൽ പരിക്കേറ്റ മിനിയുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെ? വിജയകുമാർ, ഇന്ന് രാവിലെ ഏകദേശം 11:30 ഈ സംഭവം നടക്കുന്നത്. എതിർ ദിശയിൽ നിന്ന് വന്ന ടോറസ് ലോറിയുമായിട്ട് ഈ കാറ് നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ നാട്ടുകാർ ഈ 2 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള വിജയകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെ മുണ്ടക്കയത്തിനടുത്ത് 34-ാം മൈലിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അതിൽ ഭർത്താവിന് ദാരുണാന്ത്യം. ഭാര്യ മിനി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.
കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് പിടികൂടിയ എറണാകുളം RTO ജേഴ്സന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തിയത് മദ്യക്കുപ്പികളും ചുരുട്ടി കെട്ടുകളായി സൂക്ഷിച്ച 64,000 രൂപയും. അബ്കാരി നിയമപ്രകാരവും ജേഴ്സണെതിരെ കേസെടുക്കും. ബസ്സിന് റൂട്ട് പെർമിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ജേഴ്സണെയും ഇടനിലക്കാരെയും ഇന്നലെ വിജിലൻസ് കൈയോടെ പിടികൂടിയത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മിനി ബാർ. കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലായ എറണാകുളം RTO TM ജേഴ്സന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് പിടിച്ചെടുത്ത മദ്യക്കുപ്പികളാണിത്. 49 മദ്യക്കുപ്പികളും എളമകര പോലീസിന് കൈമാറി. കൈക്കൂലിയായി വാങ്ങിയതാണ് ഈ മദ്യമെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 64,000 രൂപയും വിജിലൻസ് പിടികൂടി. 64,000 ചില്ലുവാൻ രൂപയോളം പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യക്കുപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അത് അവിടെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് RTO TM ജേഴ്സനെ ഇന്നലെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളക്ടറേറ്റിലെ ഓഫീസിൽ വെച്ചാണ് RTOയെയും ഇടനിലക്കാരെയും പിടിച്ചത്. അറസ്റ്റിലായ 3 പ്രതികളെയും ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. കൈക്കൂലി കേസിൽ പിടിയിലായതിന്റെ പിന്നാലെ RTOയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് RTOയുടെ ഇടപ്പള്ളിയിലെ വീട്ടിൽ ആരംഭിച്ച പരിശോധന 15 മണിക്കൂറാണ് നീണ്ടത്. വീട്ടിലെ മിനി ബാറും കൈക്കൂലിയായി വാങ്ങിയ 64,000 രൂപയും വിജിലൻസ് പിടിച്ചെടുത്തുവെങ്കിലും ജേഴ്സൺ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്ത കാലയളവിൽ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണവും തുടരുമെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. മാഹിനൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. എറണാകുളം RTO TM ജേഴ്സന്റെ നിക്ഷേപം 84 ലക്ഷം രൂപ എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. കടപ്പത്രങ്ങളിലും ഷെയർ മാർക്കറ്റുകളിലും അടക്കം ജേഴ്സന് നിക്ഷേപമുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തി. വീട്ടിലെ പരിശോധനയിൽ ലോക്കർ പിടിച്ചെടുത്തു. കൈക്കൂലി പണം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലോക്കറിലാണ് എന്ന സൂചനയുണ്ട്. S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാം, അപ്പോൾ നമ്മൾ ഈ കണ്ട 64,000 ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. ഈ ലോക്കറിൽ എന്തുണ്ട് എന്നതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? കൂടുതൽ പണം, സ്വർണം അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ ഇതൊക്കെ ആയിരിക്കാം അല്ലേ? വിജയകുമാർ, ഒപ്പിന് കുപ്പി എന്നുള്ളതായിരുന്നു ജേഴ്സന്റെ പ്രധാനപ്പെട്ട രീതി. അതിന്റെ പരിശോധനയിലാണ് 49 നിർമ്മിത വിദേശ മദ്യങ്ങൾ വീട്ടിൽ നിന്നും പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് ആ വീട്ടിൽ നിന്ന് ലോക്കർ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നിലയിൽ തന്നെയാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് തുറക്കാൻ സാധിച്ചില്ല, വീട്ടുകാർക്കും അത് തുറക്കാൻ പറ്റിയില്ല. അതിന്റെ കീയും ഒക്കെ ജേഴ്സന്റെ കയ്യിൽ തന്നെയാണുള്ളത്. കൈക്കൂലിയായി വാങ്ങിയ പണമോ അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് വാങ്ങിയ മറ്റു വസ്തുക്കളോ ആണ് ലോക്കറിലുള്ളത് എന്നുള്ളത് തന്നെയാണ് വിജിലൻസിന്റെ നിഗമനം. ഏതായാലും ആ ലോക്കർ വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ലോക്കറിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് അടുത്ത ദിവസം തുറന്നു പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും. നിലവിൽ ഈ വിവിധ പരിശോധനകളിലൂടെ കണ്ടെത്തിയത് 84 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ്. അത് കടപ്പത്രങ്ങളിലും മറ്റുമായിട്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ജേഴ്സന്റെ സമ്പാദ്യം ആകെ സർവീസ് കാലയളവിലെ സമ്പാദ്യത്തിന്റെ ഇരട്ടിയോളം ഇപ്പോൾ തന്നെ കണ്ടെത്തിയെന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. ഒരുപക്ഷെ കൈക്കൂലിയിലൂടെ മാത്രം കോടിപതിയാകാനുള്ള സാധ്യതയും ജേഴ്സണ് ഉണ്ട് എന്നും വിജിലൻസ് പറയുന്നുണ്ട്. അതിന്റെ പരിശോധനകൾ തുടരുകയാണ്. ജേഴ്സൺ ഒഴികെയുള്ള 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ ജേഴ്സന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും വിജിലൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ലോക്കർ തുറന്ന് പരിശോധിക്കുമെന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം പറഞ്ഞതുപോലെ ഒപ്പിന് കുപ്പി അല്ലെങ്കിൽ തത്തുല്യ തുകയ്ക്കുള്ള പണം, ഇതാണത്രേ ഈ ഉദ്യോഗസ്ഥന്റെ ഒരു ലൈൻ. അപ്പോഴതാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയിരിക്കുന്നത്. ആ ലോക്കർ പരിശോധിക്കുമ്പോൾ അറിയാം അതിലെന്തൊക്കെയുണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാട് തലപ്പുഴയിൽ കടുവയ്ക്കായി വനം വകുപ്പിന്റെ ഊർജിത തെരച്ചിൽ. വിവിധ സംഘങ്ങളായി തിരഞ്ഞ് കടുവയെ കണ്ടെത്താനുള്ള ശ്രമമാണ്. 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഈ പ്രദേശത്ത് ഇറങ്ങുന്നത് എന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. 1.5 മാസമായി തലപ്പുഴ 43-ാം മൈലിലും ഗോദാവരി ഉന്നതിക്ക് സമീപവും ജോൺസൺ കുന്നിലും കമ്പിപ്പാലത്തും എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തുമുൾപ്പെടെ കടുവ സാന്നിധ്യമുണ്ട്. കടുവയെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആദ്യ പരിഗണന. സായുധ വനപാലക സംഘമാണ് വനത്തോട് ചേർന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇടയ്ക്ക് കയറി ചതുപ്പുള്ള സ്ഥലങ്ങളിൽ കടുവ കിടക്കാറുണ്ട് പകൽ സമയം. രാത്രിയാണ് അദ്ദേഹം ഇരതേടുന്നത്. അപ്പോൾ ആ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിട്ട് ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് കാട്ടിലേക്ക് വിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ. വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് നാട്ടുകാരും തവിഞ്ഞാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും. എൻ്റെ വാർഡിൽ ഈ കടുവ സാന്നിധ്യം ഉണ്ട് എന്നൊരു കുടുംബം അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വനംവകുപ്പിൻ്റെ ക്യാമറയിൽ ഇന്നലെ രാവിലെ 7 മണിക്ക് പരിശോധനയിൽ കടുവയുടെ ചിത്രം പതിയുകയും ചെയ്തു. അവരെല്ലാവരുടെയും തന്നെ അവരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രാത്രി മുഴുവനും ഉറക്കൊഴിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഗോദാവരി ഉന്നതിക്കടുത്ത് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കയറുന്നില്ല.
ഇതുവരെ വളർത്തുമൃഗങ്ങളെ ഈ കടുവ പിടികൂടിയിട്ടില്ല. പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊലപ്പെടുത്തിയതോടെയാണ് പ്രദേശവാസികളുടെ ആശങ്ക കൂടിയത്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടികൾ വേഗത്തിലാക്കുന്നത്. 24 വയനാട്. തലപ്പുഴയിൽ നിന്ന് നമ്മൾ പത്തനംതിട്ടയ്ക്കടുത്ത് കോന്നി എലിയറയ്ക്കലിലെ നാട്ടുകാരുടെ പുലിഭീതിയുടെ വിശദാംശങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസം മരമില്ലിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യം പുലിയുടേത് തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോന്നി എലിയറക്കലിലാണുള്ളത്. എലിയറക്കലിലെ ഒരു മില്ലിൽ കഴിഞ്ഞ ദിവസം പുലിയെ കണ്ട CCTV ദൃശ്യങ്ങൾ, പുലിയാണെന്ന് സംശയിക്കുന്ന ഒരു രൂപം കണ്ട CCTV ദൃശ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം വൈറലായി. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ആ പുലിയെ കണ്ടു അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട അവിടുത്തെ തൊഴിലാളി വെങ്കടേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തായിരുന്നു സംഭവം? കഴിഞ്ഞ മിനിയാന്ത് രാത്രി അവിടെ റൂമിൽ കിടന്ന് വീണായിരുന്നു. ഇവിടെ എത്ര മണിയായിരുന്നു? 11 to 11:10 ഞാൻ അവിടെ റൂമിൽ കിടന്നായിരുന്നു. അപ്പോൾ കുറച്ച് ബുക്കൊക്കെ വായിച്ചിട്ട് കിടക്കാൻ സമയമായി. എന്നെ ഇത്തിരി സാധനം ഉറങ്ങിയപ്പോൾ ആദ്യം ഒരു പട്ടി ഓടുന്ന സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് എൻ്റെ റൂമിന് അടുത്തിരിക്കുന്നതുകൊണ്ട് പോലും പിന്നെ അതിൻ്റെ പ്രോസസ് വലുതായിട്ട് ഓടി സൗണ്ട് അധികമായിട്ടിരുന്നു. അപ്പോൾ സൗണ്ട് അധികമായി ഞാൻ പേടിച്ച് എന്തിനാണ് കഥവ് തുറക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് പട്ടികളൊക്കെ അതിനകത്ത് കയറി വരാണ്. ഇവിടെ ആഹാരങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ ഇട്ട് കളിക്കാൻ വേണ്ടി വരും. ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ സൗണ്ട് പട്ടിയുടെ ഒരു സൗണ്ട് അളപ്പ് മരിക്കാൻ ഒരു സമയം വരുമ്പോൾ അതിന് പേടിച്ച് ഒരു സൗണ്ട് കൊടുക്കുന്ന പോലെ ഒരു സൗണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, പിന്നെ ഒരു സൗണ്ടും കേട്ടില്ല. പിന്നെ വെളിയിൽ ഡോർ ഒന്ന് പട്ടിയുടെ ശബ്ദമായിരുന്നു. പട്ടിയുടെ ശബ്ദമായിരുന്നു. അപ്പോൾ പേടിച്ച് മരിക്കുന്ന സമയത്തിനുകൊണ്ട് അവസാനിക്കുമ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു. പിന്നെ എനിക്ക് ആ സൗണ്ടിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ സൗണ്ടും ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ അന്ന് മുതലാളി ഉണ്ടായിരുന്നു. മുതലാളി ഞാൻ പറഞ്ഞപ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്. മുതലാളി ഇന്ന് എല്ലാ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ റോട്ടിൽ നിന്ന് ഇടത്തൊരു സൈഡിലോട്ട് ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ട്. പുലിയാണ് ഉറപ്പായി കണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നത് പുലി തന്നെയാണെന്ന് അവർ പറയുന്നത്. ഇങ്ങനെ ഈ മേഖലയിൽ ഉണ്ടാവുന്ന ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. ഇല്ല 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 ഇതിനു മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായി. പട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു പട്ടിയെ കണ്ടില്ല. ഇവിടെ സ്ഥിരമായി വരുന്ന 2 പട്ടികളുണ്ട്. അതിനെ കാണുന്നില്ല. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണുന്നില്ല. ഇങ്ങനെ വരാൻ വഴി തൊട്ടപ്പുറത്തൊക്കെ ഒരു കുന്ന് കാണുന്ന റബ്ബർ തോട്ടങ്ങളും അതിന് മടിക്കാടുകൾ കണ്ടമാനമുണ്ട്. വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ ഒത്തിരി കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ പിതൃവശത്ത് കാണുന്ന പാറ അത് വനമായിട്ട് തന്നെ കിടക്കുക. സ്വകാര്യ വ്യക്തികളാണല്ലോ. സ്വകാര്യ വ്യക്തികളുടെ ഉണ്ട്. പിന്നെ സർക്കാർ റവന്യൂ പുറമ്പോക്കുകളുണ്ട്. അങ്ങനെ ആശങ്കയുണ്ട്. വനംവകുപ്പ് ഒരു പരിശോധന. ഇതിന് തൊട്ടപ്പുറം പിന്നെ ഡിപ്പോയാണ്, ഫോറസ്റ്റ് ഡിപ്പോയാണ്. അത് നമ്മുടെ നദിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ആ ഏരിയ മുഴുവൻ അങ്ങനെ കുരങ്ങിൻ്റെ ശല്യം എല്ലാം സ്ഥിരമായിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ സാധാരണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായും അതാണ് പറയുന്നത്. എന്തായാലും അധികൃതർ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. അവർ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കാടിനകത്തേക്ക് ഏത് മേഖലയിലാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത വരേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന പല മേഖലയിലും തുടരുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. നെല്ലിയമ്പതി പുലയംപാറയിലെ കിണറ്റിലകപ്പെട്ട പുലിയെ പറമ്പിക്കുളത്ത് ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. പുലിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥിരീകരിച്ചതോടെയാണ് കാട്ടിലേക്ക് തുറന്നുവിട്ടത്. ഇന്നലെ വൈകിട്ടാണ് ജനവാസ മേഖലയിലെ കിണറ്റിൽ പുലിയെ കണ്ടെത്തിയത്. 6 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുലിയെ കിണറ്റിൽ നിന്ന് കയറ്റി കൂട്ടിലാക്കിയത്. ഏണി വെച്ച് പുലിയെ മുകളിലേക്ക് കയറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞതോടെ മയക്കുവെടി വെച്ച് പിടികൂടാമെന്നായി. ഇതിനിടെ കിണറ്റിൽ വെച്ച് പുലി അസ്വസ്ഥനായി. ആരോഗ്യനില മോശമായിരിക്കുമെന്ന് കരുതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കിണറ്റിലേക്ക് കൂടിറക്കി. സ്വമേധയാ കൂട്ടിലേക്ക് കയറിയ പുലിയെ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷമാണ് വനത്തിലേക്ക് വിട്ടത്. പുലിക്ക് സ്വയം ഇര തേടാനുള്ള ആരോഗ്യമുണ്ടെന്ന് വെറ്ററിനറി ഡോക്ടർ ഉറപ്പുവരുത്തി. നെല്ലിയാമ്പതി മേഖലയിൽ ഇപ്പോഴും പുലിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാവിലെയും ചുരം ഭാഗത്ത് പുലിയെ കണ്ടിരുന്നു. 24 പാലക്കാട്. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കൊച്ചിയിൽ നിന്നാണ് മലയാളിയായ P. അഭിലാഷിനെ NIA സംഘം അറസ്റ്റ് ചെയ്തത്. നാവികസേന രഹസ്യങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് ചോർത്തി നൽകിയ കേസിലാണ് നടപടി. കൊച്ചിയിൽ നിന്ന് അഭിലാഷ് P.യെ, കർണാടകയിലെ കാർവാറിൽ നിന്ന് വേദൻ ലക്ഷ്മൺ ടണ്ടേൽ, അക്ഷയ് രവി നായിക് എന്നിവരാണ് അറസ്റ്റിലായത്. 3 പേരും സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു. നാവികാസ്ഥാനത്തെ സുപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് പ്രതികൾ ചോർത്തി നൽകി. നാവികസേനയുടെ പ്രതിരോധ വിവരങ്ങളടക്കം പ്രതികൾ ചോർത്തി നൽകിയെന്നാണ് NIA കണ്ടെത്തൽ. ഇതിന് പ്രതിഫലമായി പണം കൈപ്പറ്റിയതായും NIA കണ്ടെത്തി. അറസ്റ്റിലായ P.A. അഭിലാഷിനെ അന്വേഷണ സംഘം നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. ഇതുവരെ കേസിൽ 8 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ 2 പാകിസ്ഥാൻ സ്വദേശികളടക്കം 5 പേർക്കെതിരെ കേസിൽ NIA നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2021 ആന്ധ്രാപ്രദേശിലെ കൗണ്ടർ ഇന്റലിജൻസ് സെല്ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.
പിന്നീട് 2023 കേസ് അന്വേഷണത്തിന്റെ ചുമതല NIA ഏറ്റെടുത്തു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. വയനാട് കൽപ്പറ്റയിലെ കുടുംബ കോടതിയിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും ഇപ്പോൾ കോടതിയിൽ പരിശോധന നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് ഉറപ്പിക്കാറായോ? നിലവിൽ ഇപ്പോൾ അസ്വാഭാവികമായ ഒന്നും വിജയകുമാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും ഇവിടേക്ക് എത്തി, ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഇവിടേക്ക് എത്തി. ഇപ്പോൾ കുടുംബ കോടതിയുടെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമാനമായ രീതിയിൽ തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സമാനമായ രീതിയിലുള്ള ഒരു ബോംബ് ഭീഷണി വന്നത്. അതും ഇമെയിൽ സന്ദേശം വഴിയാണ് ബോംബ് ഭീഷണി വന്നത്. ഇവിടെയുള്ള ആളുകളെ, കോടതിയിലെ ആളുകളെ മുഴുവൻ ഇവിടെ നിന്നും അടിയന്തരമായി മാറ്റണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്ദേശം രേഖപ്പെടുത്തുന്ന വിധത്തിലാണ് ഇങ്ങനെ ഒരു സന്ദേശം ഇവിടേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി മറ്റ് നടപടികളിലേക്ക് കടക്കുന്ന തരത്തിൽ, അതായത് ഈ കെട്ടിടം കേന്ദ്രീകരിച്ചുള്ള പല ഭാഗത്തും ഇവിടുത്തെ ജനറേറ്റർ റൂം, ഒപ്പം തന്നെ ജഡ്ജിയുടെ മുറി ഉൾപ്പെടെയുള്ള മേഖല, ഒപ്പം തന്നെ ഈ അഭിഭാഷകർ ഇരിക്കുന്ന മേഖല, അങ്ങനെയുള്ള മുറികളെല്ലാം തന്നെ ഇപ്പോൾ അരിച്ചു പെറുക്കുകയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ട വിവരം. അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ ഈ പൂക്കോട് സർവകലാശാലയിലും സമാനമായ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പൂക്കോട് സർവകലാശാലയിൽ ഇതുപോലത്തെ ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് ലഭ്യമായിരുന്നത്. ആ ഭീഷണി സന്ദേശം ഈ ക്യാമ്പസിൽ നിന്ന് ആളുകളെല്ലാം മാറ്റണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ വിധത്തിലാണ്. അത് ഒരു നക്സലേറ്റിന്റെ പേര് വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശം വന്നത്. പക്ഷേ അവിടെയും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോലീസ് സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. മാനു എന്നാണ് ഈ നായയുടെ പേര്. ഡോഗ് സ്ക്വാഡിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള വളരെ കഴിവുള്ള ഒരു നായയെ ഉപയോഗിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ മാനുവിനെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, മറുഭാഗത്ത് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, അതായത് ഈ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ, ഒപ്പം മറ്റ് പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയം വരെ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇത് വ്യാജ സന്ദേശം ആകാനുള്ള സാധ്യത എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. നേരത്തെ ഈ വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ, പൂക്കോട് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അവസ്ഥയുടെ സമാനമായ രീതിയിൽ തന്നെ അതുപോലെ ഒരു സംഭവം ആകാനുള്ള സാധ്യത തന്നെയാണ്. അങ്ങനെ തന്നെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് സംഘം ഉള്ളത്. തെരച്ചിൽ വളരെ ഊർജിതമായ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പോലീസ്, ബോംബ് സ്ക്വാഡ് ഒക്കെ സംയുക്തമായി അവിടെ തെരച്ചിൽ നടത്തുകയാണ് കോടതിയിലും പരിസര പ്രദേശങ്ങളിലും. ഇതുവരെ ഉള്ള പരിശോധനയിൽ അതൊരു വ്യാജ ഭീഷണി എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ അത് ഔദ്യോഗികമായി പറയാറായിട്ടില്ല. പോലീസ് അത് ആ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതിൻ്റെ മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയതിന് മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ കേസ്. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം അബ്ദുൽ വഹാബിനെതിരെയാണ് കേസെടുത്തത്. അബ്ദുൽ വഹാബിന് പണം കൈമാറുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 2 വർഷം മുമ്പാണ് ചവറയിലെ പൊതുമേഖലാ സ്ഥാപനമായ KMML-ൽ മകന് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗമായ അബ്ദുൽ വഹാബ് പന്മന വടക്കുംതല സ്വദേശി താജുദ്ദീനെ സമീപിക്കുന്നത്. ലീഗിലെ മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടാണ് ജോലി നൽകുന്നതെന്നും അബ്ദുൽ വഹാബ് താജുദ്ദീനെ വിശ്വസിപ്പിച്ചു. തുടർന്ന് പലപ്പോഴായി 5 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കി 20 ലക്ഷം നേരിട്ടും താജുദ്ദീനിൽ നിന്നും അബ്ദുൽ വഹാബ് കൈപ്പറ്റി. വർഷം 2 കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെ താജുദ്ദീൻ പണം തിരികെ ആവശ്യപ്പെട്ടു. ഇതോടെ അബ്ദുൽ വഹാബ് താജുദ്ദീനെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. താജുദ്ദീന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശൂരനാട് സ്വദേശി അബ്ദുൽ വഹാബിനെതിരെ ചവറ പോലീസ് കേസെടുത്തു. ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിൽ അബ്ദുൽ വഹാബിനെതിരെ പരാതിയുണ്ട്. അരുൺരാജ്, 24 കൊല്ലം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബ്രൂവറി സംവാദ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി MB രാജേഷിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആരോപണം ഉന്നയിച്ച് ഓടി ഒളിക്കുന്നത് മര്യാദയല്ല. എനിക്ക് വേണ്ടി മറ്റേയാൾ വരുമെന്ന് പറയുന്നതും ശരിയല്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദം. ചെന്നിത്തലയും VD സതീശനും ആരോപണം ഉന്നയിച്ച 2 പേരും, പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും, ഒരുമിച്ച് സംവാദത്തിന് വരട്ടെ, അവരുമായി സംവാദത്തിന് തയ്യാറാണ് എന്നിതാ ഇപ്പോൾ MB രാജേഷ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സംവാദ വിവാദം അത് ഇങ്ങനെ ചൂടുപിടിക്കുകയാണ്. ആരൊക്കെ സംവാദത്തിന് തയ്യാറാകും, ആരൊക്കെ എവിടൊക്കെ എത്തും എന്നത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാൻ കഴിയും.
യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. സെലൻസ്കി സ്വേച്ഛാധിപതി എന്ന പ്രസിഡന്റ് ട്രംപ്, റഷ്യ നിർമ്മിക്കുന്ന തെറ്റായ വിവരങ്ങളാണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനെ ഒഴിവാക്കി അമേരിക്കയും റഷ്യയും തമ്മിൽ സൗദിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക യുക്രൈൻ ബന്ധം കൂടുതൽ വഷളാകുന്നു. യുദ്ധത്തിന് ഉത്തരവാദി യുക്രൈനാണെന്നും പ്രസിഡന്റ് സെലൻസ്കിക്ക് 4% യുക്രൈനുകളുടെ പിന്തുണ മാത്രമേയുള്ളൂവെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യ നിർമ്മിക്കുന്ന വ്യാജ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സെലൻസ്കി തയ്യാറാകുന്നില്ലെന്നും സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ട്രംപ്. യുക്രൈന്റെ നാറ്റോ പ്രവേശനം അംഗീകരിക്കില്ലെന്നും യുദ്ധാനന്തരം യുക്രൈനിൽ നാറ്റോ സൈന്യത്തെ അനുവദിക്കില്ലെന്നും സൗദി ഉച്ചകോടിയിൽ റഷ്യ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ. യുദ്ധാനന്തരം യുക്രൈന് സുരക്ഷിതത്വം ഒരുക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ സെലൻസ്കി തള്ളിക്കളഞ്ഞത് ട്രംപിനെ പ്രകോപിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സെലൻസ്കിക്ക് കൈമാറിയ കരട് കരാറിൽ യുക്രൈന്റെ ലിഥിയവും ടൈറ്റാനിയവും അടക്കമുള്ള അപൂർവമായ ധാതുസമ്പത്തിന്റെ 50% ഒരു നിശ്ചിത കാലയളവിലേക്ക് അമേരിക്കയ്ക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സെലൻസ്കി ആവശ്യപ്പെട്ട സുരക്ഷാ ഗ്യാരണ്ടിയെപ്പറ്റി പരാമർശമുണ്ടായിരുന്നില്ല. യുക്രൈന്റെ സംരക്ഷണമാണ് തന്റെ ചുമതലയെന്നും വിൽപ്പനയല്ലെന്നും സെലൻസ്കി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. അതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ വിഷയത്തിലെ പ്രത്യേക പ്രതിനിധി കെയ്ത്ത് കെല്ലോഗ് ചർച്ചകൾക്കായി യുക്രൈനിലെത്തി. യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള രണ്ടാമത്തെ യോഗം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചേരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് വത്തിക്കാൻ. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പോപ്പിനെ സന്ദർശിച്ചു. 88-കാരനായ പോപ്പിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാട്രൽ ന്യൂമോണിയ CT സ്കാനിലാണ് കണ്ടെത്തിയത്. ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയെ തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ മാർപ്പാപ്പയുടെ അണുബാധയിൽ നേരിയ കുറവുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി 20 മിനിറ്റോളം മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. മാർപ്പാപ്പ ജാഗരൂകനും പ്രതികരിക്കുന്നുണ്ടെന്നും പതിവ് പോലെ തമാശകൾ പറയുന്നുണ്ടെന്നും മെലോണിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും വെന്റിലേറ്റർ സഹായം ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മിക്കവാറും വൈകുന്നേരങ്ങളിൽ 7 മണിയോടടുത്ത് ഗസയിലെ ഹോളി ഫാമിലി പള്ളിയിലേക്ക് മാർപ്പാപ്പ ഫോൺ ചെയ്യുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. അതിനിടെ നിലവിലെ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയ്ക്കായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോപ്പിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. 21-ാം വയസ്സിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതിനാൽ ഇപ്പോഴത്തെ രോഗാവസ്ഥ അതീവ സങ്കീർണമാണെന്നാണ് ഡോക്ടേഴ്സ് വിലയിരുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാർ പനാമയിലെത്തിയതായി പനാമയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യക്കാർ സുരക്ഷിതരാണ്, അവർക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, സാധാരണ ഈ കൈകാലുകളൊക്കെ ബന്ധിച്ച് ചങ്ങലയിട്ട് ബന്ധിച്ച് അമേരിക്ക അവരുടെ സൈനിക വിമാനത്തിൽ അമൃത്സറിലേക്കാണല്ലോ ഇന്ത്യക്കാരെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഇവർ പനാമയിലെത്തിയത്? ഇനി അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരും അവരെ ഇന്ത്യയിലേക്ക്? വിജയകുമാർ, ഈ വിവിധ രാജ്യങ്ങളിലൊക്കെ നിന്നുള്ള കുടിയേറ്റക്കാർ അതിലേതാണ്ട് 299 പേരാണ് ഇപ്പോൾ പനാമയിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 299 ആളുകളിൽ ഒരു സംഘം ഇന്ത്യക്കാരും ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്നൊരു വിശദീകരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ചില വീഡിയോകളും ചില ദൃശ്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അവർ ഹോട്ടലിൽ ഈ പനാമയിലെത്തിയ ആളുകൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നും അവർക്ക് അടിയന്തരമായി അവർക്ക് സഹായം വേണമെന്നും ഒക്കെ ചില ബോർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിലേക്കുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി, പനാമയിലെ ഇന്ത്യൻ എംബസി തന്നെ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഈ ഇന്ത്യക്കാർ അവിടെ സുരക്ഷിതരാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരൊരു ഹോട്ടലിലാണ് അവർ താമസിച്ചിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പനാമയിലെ അധികൃതർ അറിയിച്ചതായും ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ ഇനി കൃത്യമായി അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ കോൺസുലേറ്റ് ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തുടർ നടപടികൾ എംബസി നടത്തുന്നുണ്ട് എന്നാണ് വിനീത VG റിപ്പോർട്ട് ചെയ്യുന്നത്.
കേരളത്തിലെ ഭൂമി തരം മാറ്റലിന് ചെലവേറും. 25 സെന്റിൽ കൂടുതലുള്ള കൃഷിഭൂമി വാണിജ്യ ആവശ്യത്തിനായി തരം മാറ്റുമ്പോൾ മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ 10% ഫീസായി നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 25 സെന്റിന് ശേഷമുള്ള അധിക ഭൂമിക്ക് മാത്രം ഫീസ് നൽകിയാൽ മതിയെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ചെറുകിട ഭൂമി ഉടമകളെ സഹായിക്കാനാണ് 2021 ഫെബ്രുവരി 25-ന് തണ്ണീർത്തട സംരക്ഷണ നിയമ ഭേദഗതിയിൽ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട ഇളവ് സർക്കാർ കൊണ്ടുവന്നത്. കോഴിക്കോട് ഫറോക്കിൽ പെയിന്റ് കടയ്ക്ക് തീ പിടിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. മീൻചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അഭിജിത്ത്, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? സമീപത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പടരുമെന്ന ആശങ്കയുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, മീൻചന്തയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഫറോക്ക് ചുങ്കത്തിനടുത്തുള്ള പെയിന്റിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് തീ പടരുകയായിരുന്നു. തുടർന്ന് അവർ ഉടൻ തന്നെ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക് കൂടി പടരുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ അവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, യെസ്, അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരും എന്ന ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ അഭിജിത്ത്? അത് ആളുകളെ ഒഴിപ്പിക്കുക, ആ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം, അത്തരം സാഹചര്യങ്ങൾ നിലവിലില്ലല്ലോ അല്ലേ? നിലവിൽ അങ്ങനെ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല വിജയകുമാർ. ഒരു ഭാഗത്ത് മാത്രമാണ്, ഈ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ കൂടുതൽ ഈ ഗോഡൌണിന്റെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണുള്ളത്. മറ്റ് പുറത്തേക്ക്, ഈ ഗോഡൌണിന് പുറത്തേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. കൂടുതൽ ഫയർഫോഴ്സ് അവിടേക്ക് എത്തുന്നുണ്ട്. തീ അണയ്ക്കാനായുള്ള ഊർജിതമായ ശ്രമം തുടരുന്നുമുണ്ട്. അതിനാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. വിജയകുമാർ, യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി അവിടെ നടക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ SLBS മാർക്ക്ലാൻഡ്സിൽ മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവും 2024-25 ബാച്ചിലെ 500-ൽ പരം വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷനും നടന്നു. SLBS മാർക്ക്ലാൻഡ്സ് വൈറ്റില ക്യാമ്പസിൽ വെച്ച് നടന്ന മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുത്ത 90% അധികം കുട്ടികൾക്കും പരീക്ഷയ്ക്ക് മുൻപ് തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളിൽ ജോലി ഉറപ്പാക്കാനായി. ഗ്രാജുവേഷൻ ചടങ്ങ് മുൻ MP സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. SLBS മാർക്ക്ലാൻഡ്സ് COO ജിസ് മാത്യു, പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.